രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് SNDP NSS ഐക്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. NSS പത്മ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളിലൂടെയാണ് NSSന്റെ പിന്മാറ്റം അറിയുന്നത് പോലും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയുള്ള ഐക്യ നീക്കം അത് BJPയുടെ അജണ്ടയാണോ എന്ന സംശയമാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറാൻ NSSനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ചരിത്രം ആവർത്തിക്കുകയാണ്. വിടരും മുൻപേ SNDP NSS ഐക്യം ഒരിക്കൽ കൂടി കൊഴിഞ്ഞു വീണു. ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം ഏതാനും വാചകങ്ങളുള്ള വാർത്താക്കുറിപ്പിലൂടെ പിന്മാറ്റം NSS ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പിന്നാലെ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനവും. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. ഉന്നയിച്ച ആളുകൾക്ക് അതിന്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. എന്തോ ഒക്കെ ഒരു ഇത് അതിന്റെ പിന്നിലുണ്ട്. ഐക്യചർച്ചയ്ക്ക് പെരുന്നയിലേക്ക് വരുന്ന SNDP യോഗം വൈസ് പ്രസിഡന്റും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ സുകുമാരൻ നായർ ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്ക് മലക്കം മറിഞ്ഞു. നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടി അത്? ഞങ്ങളും ഇത് കണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊരു അബദ്ധം വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ഗാർഡറാണ്. പത്മഭൂഷൺ ലഭിച്ചതിലുള്ള ആഘോഷത്തിലായിരുന്നു കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി വീട്. അനുമോദിക്കാനെത്തുന്നവരെ സ്വീകരിക്കുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന വാർത്തയെത്തിയത്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ വളരെ കുറച്ചു വാക്കുകളിൽ പ്രതികരണമൊതുക്കി. ചാനലിൽ ഇപ്പൊ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിന്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. അടുത്ത ദിവസം SNDP നേതൃയോഗം ചേർന്ന് ഐക്യ പിന്മാറ്റത്തിലെ നിലപാട് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കും. സമദൂരത്തിലെ ശരിദൂരം പലപ്പോഴും കണ്ടെത്താറുള്ള NSS SNDPയോടും അതേ നയമാണ് ആഗ്രഹിക്കുന്നത്. ഐക്യമില്ലെങ്കിലും സൗഹൃദം വേണമത്രേ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.